ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയായിരുന്നു RDNA ഹോസ്റ്റ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ നടത്തും അല്ലേ? ഹോസ്റ്റ് സെൽസിൽ എന്തൊക്കെ സെലക്ഷൻ ആണ് നടക്കുക? ഒന്ന്, സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്, ആൻഡ് ദെൻ സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ് അല്ലേ? ഇതൊക്കെ നമ്മൾ സെലക്ടബിൾ മാർക്കർ ജീൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുക. മാർക്കേഴ്സ്, സെലക്ടബിൾ മാർക്കേഴ്സ്. അപ്പൊ ഈക്കോളൈ സെൽസിലാണ് നമ്മൾ RDNA ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഈക്കോളൈ സെൽസിന്റെ സെലക്ടബിൾ മാർക്കർ ജീൻസ് നിങ്ങൾ കണ്ടു. ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ അല്ലെ? ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീനിനെ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യും. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിനെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യും. അപ്പോൾ one marker gene for selecting transformants and the other marker gene for selecting recombinants അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെലക്ഷൻ നമ്മൾ നടത്തണമെങ്കിൽ ഹോസ്റ്റ് സെൽസിനെ ആദ്യം നമ്മൾ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഇടണം. അതിനുശേഷം അവരെ നമുക്ക് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അറ്റ് ദ സെയിം ടൈം കൺസ്യൂമിങ് ഓൾസോ. സോ വി ഹാവ് ഡെവലപ്ഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സെലക്ടബിൾ മാർക്കേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സെലക്ടിങ് റീകോമ്പിനൻസ് from non-recombinants on the basis of their ability to produce color in the presence of a chromogenic substrate. ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസിൽ ഈ ഹോസ്റ്റ് സെൽസിന് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സെലക്ഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളർ പ്രൊഡ്യൂസിങ് സബ്സ്ട്രേറ്റ് കേട്ടോ. കളർ പ്രൊഡ്യൂസിങ് സബ്സ്ട്രേറ്റ്. ക്രോമോ എന്ന് പറഞ്ഞാൽ കളറുമായിട്ട് റിലേറ്റഡ് ആണ്. ക്രോമോസോം എന്ന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? ന്യൂക്ലിയസിൽ സ്റ്റെയിൻ ആഡ് ചെയ്തപ്പോൾ നമ്മൾ കളറുള്ള സബ്സ്റ്റൻസസ് ആയിട്ട് ഇവരെ കണ്ടു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ കളർ പ്രൊഡ്യൂസിങ് സബ്സ്ട്രേറ്റ് അതാണ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ഒരു പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിൽ ഒരു ജീൻ ഉണ്ട്, LAC-Z ജീൻ എന്ന് പറയും. LAC-Z ജീൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ജീൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ജീൻ എന്താണ് കോഡ് ചെയ്യുന്നതെന്ന്. ദിസ് ജീൻ കോഡ്സ് ഫോർ ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണിത്, LAC-Z ജീൻ. ഓക്കെ, ഇനി ഞാൻ ഈ ജീൻ ഇരിക്കുന്ന റീജിയനിൽ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റിലോട്ട് നമ്മുടെ ഫോറിൻ ജീനെ കൊണ്ട് ഒട്ടിച്ചു. വി ഹാവ് ഇൻസേർട്ടഡ് ദ ഫോറിൻ DNA ഇൻ ദിസ് റീജിയൻ. അതായത് LAC-Z ജീൻ ഇരിക്കുന്ന ആ റീജിയനിലോട്ട് ഞാൻ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ഇൻസേർട്ട് ചെയ്തപ്പോൾ LAC-Z ജീൻ എന്തായിപ്പോയി? ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി. ദാറ്റ് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. എന്തിനാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഫോറിൻ DNA. അപ്പൊ എന്താണ് ഇനാക്ടിവേറ്റഡ് ആയിപ്പോയത്? LAC-Z ജീൻ ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി. അല്ലെങ്കിൽ അത് കോഡ് ചെയ്യുന്ന എൻസൈം എന്താണ്? ബീറ്റ ഗാലക്ടോസിഡേസ്. അത് ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി. ദാറ്റ് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ്. എന്നിട്ട് ഈ RDNA ഞാൻ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഹോസ്റ്റ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഹോസ്റ്റ് സെൽസിൽ റീകോമ്പിനൻസ് ഉണ്ടാവും, നോൺ റീകോമ്പിനൻസ് ഉണ്ടാവും അല്ലെ? റീകോമ്പിനൻസ് എന്താണെന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഹോസ്റ്റ് സെൽ വിത്ത് RDNA വിത്ത് R ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? ആൻഡ് നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു അൺഫെമിലിയർ DNA എടുത്തു, അത് പക്ഷേ പ്ലാസ്മിഡ് മാത്രമാണ്, അതിലേക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഫോറിൻ DNA ഇൻസേർട്ടഡ് ആയിട്ടില്ല. അവർ നോൺ റീകോമ്പിനൻസ്. ഓൾറൈറ്റ്, ഇനി എങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ നടത്തുക എന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ഹോസ്റ്റ് സെൽസിനെ ഞാനൊരു മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ മീഡിയമാണ് എക്സ്ഗാൽ മീഡിയം. ഈ എക്സ്ഗാൽ മീഡിയത്തിന്റെ കോമ്പോസിഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ബാക്ടീരിയ സെൽസിനെ അഗാർ മീഡിയത്തിൽ വളർത്തുന്നവരെയും പറഞ്ഞില്ലേ? പെട്രി ഡിഷ് എടുത്തിട്ട് അതിൽ അഗാർ മീഡിയം, ന്യൂട്രിയന്റ് മീഡിയം എടുക്കുന്നു, ഹോസ്റ്റ് സെൽസിനെ വളർത്തുന്നു, ബാക്ടീരിയ സെൽസിനെ വളർത്തുന്നു. ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലെ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ഗാൽ മീഡിയത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ, ഹോസ്റ്റ് സെൽസിനെ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ് നടത്തുക എന്ന് നോക്കാം. ഞാൻ ഹോസ്റ്റ് സെൽസിൽ റീകോമ്പിനൻസ് ഉണ്ട്, അതേപോലെ നോൺ റീകോമ്പിനൻസ് ഉണ്ട്. ഇവരെ എക്സ്ഗാൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ റീകോമ്പിനൻസ് വൈറ്റ് കളറിലുള്ള കോളനി ആയിട്ടായിരിക്കും കാണപ്പെടുക. നിങ്ങൾക്കറിയാം ബാക്ടീരിയ സെൽസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ പെട്രി ഡിഷിൽ കോളനീസ് ആയിട്ടായിരിക്കും കാണപ്പെടുക അല്ലെ? അപ്പൊ റീകോമ്പിനൻറ്റ് സെൽസ് ആണെങ്കിൽ അവരുടെ കോളനി വൈറ്റ് കളറിലായിരിക്കും കാണപ്പെടുക. ഇനി നോൺ റീകോമ്പിനൻസ് ആണെങ്കിൽ അവരുടെ കോളനി ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുക.
ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് റീകോംബിനൻസിനെ വൈറ്റ് കളറിൽ, റീകോംബിനൻസിന്റെ കോളനി വൈറ്റ് കളറിൽ കാണപ്പെടുന്നത് ആൻഡ് നോൺ റീകോംബിനൻസിന്റെ കോളനി ബ്ലൂ കളറിൽ കാണപ്പെടുന്നു? ശ്രദ്ധിച്ചു കേട്ടോണം. അതിന് കാരണമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എക്സ്ഗ്യാൽ മീഡിയം, എക്സ്ഗ്യാൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളർ പ്രൊഡ്യൂസിങ് സബ്സ്ട്രേറ്റ് അല്ലേ. അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ എക്സ്ഗ്യാൽ മീഡിയത്തെ, എക്സ്ഗ്യാലിനെ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഒരു ഇൻഡിഗോ കളർ, അതാ ബ്ലൂ കളർ എന്നാ പറയാ കേട്ടോ, ഒരു ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡക്ഷൻ നടക്കാം. ഈ റീകോംബിനന്റ് സെൽസിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ലാഗ്-ഇസഡ് ജീൻ അത് ഇനാക്ടിവേറ്റഡ് ആയി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA അല്ലേ. സോ ദർ വിൽ ബി നോ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ഇൻ റീകോംബിനന്റ് സെൽസ്. ഓക്കെ, നോൺ റീകോംബിനൻസിലോ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ നടക്കോ ഇല്ലയോ? നടക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ ലാഗ്-ഇസഡ് ജീൻ ആക്റ്റീവ് ആണ്, that is not inactivated അല്ലേ. foreign DNA inserted ആയിട്ടില്ല. so lag-Z gene is active and beta galactosidase enzyme will be produced. അപ്പോൾ ഈ നോൺ റീകോംബിനന്റ് സെൽസ് ആണെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യും? എക്സ്ഗ്യാൽ മീഡിയത്തെ ക്ലീവ് ചെയ്യും, ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എക്സ്ഗ്യാൽ എന്ത് ചെയ്യും? അത് കളർ പ്രൊഡ്യൂസിങ് സബ്സ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ സബ്സ്ട്രേറ്റ് ആരാണ്? എക്സ്ഗ്യാൽ ആണല്ലേ. എക്സ്ഗ്യാൽ ഈസ് എ സബ്സ്ട്രേറ്റ് ഓൺ വിച്ച് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ആക്ട്. അങ്ങനെ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം എക്സ്ഗ്യാൽ മീഡിയത്തെ ക്ലീവ് ചെയ്യുകയും ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ നോൺ റീകോംബിനന്റ് സെൽസ്, അവരിലാണ് ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ പ്രൊഡക്ഷൻ ഉള്ളത് അല്ലേ. നോൺ റീകോംബിനന്റ് സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർ കോളനീസ് ഉണ്ടാക്കുമ്പോൾ ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യുന്നു, ബിക്കോസ് the enzyme react with X-gal medium. ഇനി റീകോംബിനന്റ് സെൽസ് ആണെങ്കിലോ അവരിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. സോ അവരുടെ കോളനി നമുക്ക് വൈറ്റ് കളർ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കളർലെസ് കോളനി എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ കളർലെസ് ആയാലും വൈറ്റ് കളർ ആയാലും ബ്ലൂ കളർ അല്ലാത്ത കോളനീസ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുക. ഇതിനെ നമ്മൾ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നും പറയും. ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്തിന്? ഈ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ്. അത് വെച്ചിട്ട് നമ്മൾ റീകോംബിനൻസിനെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നും പറയും. അപ്പോൾ ബ്ലൂ സെൽസ് ആണെങ്കിൽ അവർ ആരാണ്? നോൺ റീകോംബിനൻസ് ആണ്. വൈറ്റ് സെൽസ് ആണെങ്കിൽ അവർ ആരാണ്? റീകോംബിനൻസ് ആണ്. ഇവിടെ എക്സ്ഗ്യാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ പേര് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. 5-bromo-4-chloro indolyle galactopyranosite. Galactopyranosite, എക്സ്ഗ്യാൽ. ആക്ച്വലി ഇറ്റ് ഈസ് എ കളർലെസ് സബ്സ്ട്രേറ്റ് which is cleaved by beta galactosidase. beta galactosidase enzyme നാൽ ക്ലീവ് ചെയ്യപ്പെടുമ്പോൾ എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും? അത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും, സിമിലർ ടു ഇൻഡിഗോ. ഓക്കെ, സോ എക്സ്ഗ്യാൽ ഈസ് ദ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആരാണ്? എക്സ്ഗ്യാൽ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.